പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ഭിന്നശേഷി സൗഹൃദ സംഗമവും ക്രിസ്മസ് ആഘോഷവും 2024 ഡിസംബർ 23 തിങ്കളാഴ്ച 11 മണിക്ക് കുറുമണ്ണ് സെന്റ് ജോൺസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. പ്രസ്തുത യോഗം MLA ശ്രീ മാണി സി കാപ്പൻ ഉദ്ഘാടനം നിർവഹിക്കുകയും ദയാ ചെയർമാൻ ശ്രീ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. കുറുമണ്ണ് സെന്റ് ജോൺസ് ബാപ്റ്റിസ്റ്റ് ചർച്ച് വികാരിയും ദയാ രക്ഷാധികാരിയുമായ റവറൻ ഫാദർ അഗസ്റ്റിൻ പീടികമലയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സംസ്ഥാന ഡിസബിലിറ്റി കമ്മീഷണറും MG യൂണിവേഴ്സിറ്റി IUCDS ഡയറക്ടർ ആൻഡ് പ്രൊഫസറും ദയാ ട്രഷററുമായ ഡോക്ടർ PT ബാബുരാജ് മുഖ്യ പ്രഭാഷണകർമ്മം നടത്തി. കടനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജിജി തമ്പി മുഖ്യ അതിഥിയായിരുന്നു. കയ്യൂർ ക്രിസ്തുരാജ് ചർച്ച് വികാരി റവറൻ ഫാദർ ജീവൻ കദളിക്കാട്ടിൽ ക്രിസ്മസ് സന്ദേശം പറഞ്ഞു. കടനാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി ബിന്ദു ജേക്കബ്, ശ്രീമതി ജെയ്സി സണ്ണി, ശ്രീമതി ബിന്ദു ബിനു, ശ്രീമതി ഗ്രേസി, മേലുകാവ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ അലക്സ് ടി ജോസഫ്, ശ്രീ സണ്ണി മാത്യു വടക്കേമുളഞ്ഞാൽ, ജനമൈത്രി പോലീസ് മേലുകാവ് SI ശ്രീ ഗോപൻ, ദയാ സെക്രട്ടറി ശ്രീ തോമസ് ടി എഫ്രൈം, MG യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ കാഷ്യർ ശ്രീ അരവിന്ദ്, കുറുമണ്ണ് സെന്റ് ജോൺസ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ശ്രീ ബിജോയ് ജോസഫ്, ദയാ ജോയിന്റ് സെക്രട്ടറിയും റിട്ടയർഡ് RTO എൻഫോഴ്സ്മെന്റ് ശ്രീ PD സുനിൽ ബാബു, ദയാ എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീമതി സിന്ധു P നാരായണൻ, ജനറൽ കൗൺസിൽ മെമ്പർമാരായ ശ്രീ ലിൻസ് ജോസഫ്, ശ്രീ ജോസഫ് പീറ്റർ, കടനാട് PHSC പാലിയേറ്റീവ് വിഭാഗം നഴ്സ് ശ്രീമതി രാജിമോൾ MS, സിസ്റ്റർ ബീന എന്നിവർ പ്രസംഗിച്ചു. കടനാട് ഗ്രാമപഞ്ചായത്ത് ആശാ വർക്കർമാർ, 150 പരം ഭിന്നശേഷിക്കാർ എന്നിവർ പങ്കെടുത്തു. ഭക്ഷണ കിറ്റ്, മെഡിക്കൽ ഉപകരണങ്ങൾ, മെഡിക്കൽ കിറ്റുകൾ, മുച്ചക്ര സൈക്കിൾ, വീൽ ചെയറുകൾ, ഡയലൈസർ എന്നിവ വിതരണം ചെയ്തു. ജയകൃഷ്ണനായിട്ട് എനിക്ക് പരിചയമായ 2018 മുതലാണ്. നമ്മളുടെ ബന്ധം ഇന്നും ദൃഢമായി തുടരുകയാണ്. ഇതിന് ഈ ദുഃഖകരമായ കാര്യം അസംബ്ലിയിൽ ഞാൻ ഈ കാര്യം ചോദ്യം ചെയ്തതാണ്. കാരണം കഴിഞ്ഞ വർഷം സ്പെഷ്യൽ ഒളിമ്പിക്സ് നടന്നു. കേരളത്തിൽ നിന്നുള്ള 12 പേർ അതിൽ പങ്കെടുത്തു. അതിൽ 6 പേർക്ക് സമ്മാനം കിട്ടി. 1 സ്വർണ്ണ മെഡലും 2 വെള്ളി മെഡലും 3 ബ്രോൺസ് മെഡലും കിട്ടി. അപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടു അസംബ്ലിയിൽ പറഞ്ഞു, നിർബന്ധമായി അവർക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കണം. ഹോക്കിയിലെ ശ്രീകേഷിന് നിങ്ങൾ 1 കോടി രൂപ കൊടുത്തപ്പോൾ ഒരു 10 ലക്ഷം രൂപ ഒന്നാം സമ്മാനക്കാരനും, 2ാം സ്ഥാനം കിട്ടിയ 2 പേർക്ക് ഒരു 5 ലക്ഷം രൂപ വീതവും, 3ാം സ്ഥാനം കിട്ടിയ ഒരു 3 പേർക്ക് ഒരു 3 ലക്ഷം രൂപ വീതവും പങ്കെടുത്തവർക്ക് 1 ലക്ഷം കൊടുക്കണമെന്ന് പറഞ്ഞു. അതിന് നിയമം എടുത്തു. ഞാൻ ചോദിച്ചത് ഇന്നത്തെ കഷ്ടപ്പെടുന്ന നിയമമില്ലാത്ത നിയമം ഉണ്ടാക്കണം. അതിൽ 3 പേര് പാരായണമില്ല. ഒരു ബ്രോൺസ് മെഡലും 2 ബ്രോൺസ് മെഡലും 1 വെള്ളി മെഡലും നേടിയ പാരായണമുള്ളതാണ്. പിന്നെ കയ്യിൽ നിന്ന് 10,000 രൂപ അവർക്ക് കൊടുത്തു. അത്രയും ദുഃഖകരമായ ഒരു സംഭവം. അസംബ്ലിയിൽ വളരെ വികാരപരമായി ഞാൻ പറഞ്ഞു, ഇതൊരു കഷ്ടം. അവരവരുടെ മേഖലയിൽ പ്രവർത്തിച്ച് അവരുടെ വൈകല്യം പറഞ്ഞ് ഈ രാജ്യത്തിന് വേണ്ടി മെഡൽ നേടിയ അവർ. അത് ഇന്ത്യയുടെ പക്ഷെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്തെങ്കിലും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇക്കൊല്ലം മുതൽ ചേട്ട ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കും. ആ കാര്യത്തിൽ അത് സംശയം വേണ്ട. നിങ്ങൾ ഓരോരുത്തരും ഓരോ തവണയും മീറ്റിംഗിൽ വരുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ പറയുന്നത് കേട്ടിട്ടാണ് ഓരോ തവണയും ഓരോ വർഷവും ഓരോ കാര്യങ്ങളും കൂടുതൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വർഷവും 2025 നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമ്മൾ ഏറ്റെടുക്കാൻ പോവുകയാണ്. കുറേയേറെ വീടുകൾ വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. കുറേയേറെ പെൻഷൻ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ ആഗ്രഹപ്രകാരം നിങ്ങളുടെ എല്ലാവരുടെയും വീട് സന്ദർശിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അതിനെല്ലാം നടത്തി തരട്ടെ എന്ന് നമുക്ക് ദൈവപ്രകാരം പ്രാർത്ഥിക്കാം. ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യപ്രകാരം കുറച്ച് സാധനങ്ങളെല്ലാം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതൊക്കെ എത്തിച്ചു തന്ന ഒരുപാട് ദൈവങ്ങളായിട്ടുള്ള ഒരുപാട് ആൾക്കാർ അതിന് ഒത്തിരി കഠിനാധ്വാനം ചെയ്താണ് ഇന്ന് ഈ മീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എൻ്റെ ഫ്രണ്ട് TV അംഗത്തിലുള്ള ലിൻസ് ജോസഫ്, അതുപോലെ തന്നെ പ്രദീപ് മലപൂര്, അങ്ങനെ
എല്ലാം അടങ്ങുന്ന ഈ സദസ്സിൽ നമുക്ക് ഈ 2024 അവസാനം, വർഷത്തിൻ്റെ അവസാനം, ക്രിസ്മസ് സമയത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാവരും പ്രകാശത്തിൻ്റെ കിരണങ്ങൾ എല്ലാവരുടെയും ജീവിതം മുന്നോട്ട് നയിക്കുന്നതിൽ അത് ഏകോപിപ്പിച്ച് കൺവെർജ് ചെയ്ത് ഭംഗിയാക്കി കൊണ്ടുപോകുന്നതിന് നമ്മുടെ ചെയർമാൻ ജയകൃഷ്ണൻ അവർകൾ വളരെയധികം പ്രയത്നം രാപകലില്ലാതെ വിശ്രമമില്ലാതെ ചെയ്തു വരുന്നതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോഴിവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബഹുമാന്യനായ ജവഹർലാൽ നെഹ്റു പറഞ്ഞിരുന്നു, എത്ര ചെറിയ സംവിധാനമോ ആയിക്കോട്ടെ, പക്ഷേ അതിൻ്റെ പ്രസക്തി വലുതാണ്. ഇത് ഏറ്റവും പ്രസക്തമായ ഒരു സദസ്സും അതിഥികളും ആതിഥേയരും അതിനെ ആശംസകൾ അർപ്പിക്കാൻ ചേർന്നിരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളുടെ ഈശ്വരന് ഈ ഏറ്റവും അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന രീതിയിൽ തന്നെ തുല്യരായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതുപോലെ ഒരു സദസ്സ് അപൂർവമാണ്, നമുക്കറിയാം അല്ലേ? സാധാരണ മീറ്റിങ്ങിൽ കസേരയൊക്കെ ഇട്ട് ആൾക്കാർ വണ്ടിയൊക്കെ ദൂരെ പാർക്ക് ചെയ്തിട്ട് വരും. ഇവിടെ ഞങ്ങൾ അങ്ങനെയല്ല, വണ്ടി ഉൾപ്പെടെ മീറ്റിങ്ങിന് വരുവാണ് അല്ലേ? എന്തൊരു അത്ഭുതമാണ്! അതാണ് നമ്മുടെ വ്യത്യസ്തത, അതാണ് നമ്മുടെ നന്മ. ക്രിസ്മസിന്റെ ഒരു കുഞ്ഞർത്ഥം അച്ഛനായതുകൊണ്ടൊന്ന് പറയണമല്ലോ. പറഞ്ഞോട്ടെ, പറയട്ടെ, പറയാൻ പോവാം. ക്രിസ്മസിന് ഒറ്റ അർത്ഥമുള്ളൂ, ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ഇതാണ് അർത്ഥം. ഇവിടെ ജയകൃഷ്ണൻ കുറെ അധികം ആൾക്കാർക്ക് ചില നിമിഷങ്ങളിൽ ദൈവത്തെ പോലെ ആയിട്ടുണ്ട് അല്ലെ? അങ്ങനെ നമ്മൾ ബലപ്പെട്ടിട്ടുണ്ട്, നമ്മൾ ശക്തിപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ ചില കുറവുകളെ നമ്മൾ അതിജീവിച്ചിട്ടുണ്ട്. ദയ എന്ന ഈ വലിയ സംരംഭം യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഒരു പ്രസ്ഥാനമാണ്, സംഘടനയാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ്. എല്ലാ ആശംസകളും നേരുന്നു. സ്നേഹസമ്പന്നമായ ഒരു വേദിയിൽ ക്രിസ്തുമസാശംസ പറയാൻ എന്നെ വിളിച്ച സംഘാടകർക്ക് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാ വ്യക്തികൾക്കും സമ്പൽ സമൃദ്ധമായ നല്ലൊരു ക്രിസ്മസ് സന്ദേശം തന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയകൃഷ്ണൻ ചേട്ടന് തുടങ്ങിയ ഈ ഉദ്യമം 2017 തുടങ്ങിയ ഉദ്യമം നിങ്ങൾക്കെല്ലാവർക്കും ആശ്വാസവും പ്രചോദനവുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഈ ക്രിസ്മസ് ആഘോഷം തെളിയിക്കുന്നത്. എല്ലാ പ്രാവശ്യവും ഓണത്തിനാണെങ്കിലും ക്രിസ്മസിനാണെങ്കിലും എല്ലാവരെയും വിവിധ, അതായത് കോട്ടയം ജില്ലയിൽപ്പെട്ടവർ മാത്രമല്ല, അന്യ ജില്ലയിൽപ്പെട്ടവർ പോലും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളത് ഈ കേരള സംസ്ഥാനത്ത് ജയകൃഷ്ണൻ എന്ന വ്യക്തിയും ദയാ പാലിയേറ്റീവും അറിയപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ്. ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ ആദ്യമേ ഞാൻ അർപ്പിക്കുകയാണ്. നമ്മൾ ഒന്നും കൂടി ഒത്തുകൂടി എല്ലാവരും കൂടെ കൂടി ഒന്ന് കാണും, എല്ലാവരും കാണാനും സംസാരിക്കാനൊക്കെ പറ്റിയത് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ കുടുംബത്തിലേക്ക് നടന്നു പോകുമ്പോൾ എന്നോട് ചേച്ചി അവിടെ ചിരിക്കുന്നുണ്ട്. ചേച്ചിയുടെ ചേച്ചിട്ട് എങ്ങോട്ടും പോകുന്നത് എന്നോട് വരുന്നില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഇപ്പം വരുവാന്ന് പറഞ്ഞു. അതുപോലെ സന്തോഷമാണ് നമുക്ക് ഓരോരുത്തരെ കാണുമോ, അതുപോലെ സംസാരിക്കാനൊക്കെ. അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. ഇവിടെ ജയകൃഷ്ണൻ നമ്മുടെ നാട്ടില് ഒരു മദർ തെരേസയെ പോലെ പറന്ന് നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ജയകൃഷ്ണൻ മനസ്സിൽ ചിരിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളാരും ഇങ്ങനെയൊന്നും ഇവിടെ ഞങ്ങളെല്ലാവരും എത്തുകയില്ലായിരുന്നു. ആദ്യമായി തന്നെ പല ദേശങ്ങളിലും പല ഭവനങ്ങളും വരുന്ന നമുക്ക് ഒന്നു ചേർന്ന് ഇവിടെ മനോഹരമായ ഒരു ക്രിസ്മസ് ആഘോഷിക്കുവാൻ ഇടയാക്കിയ ഏറ്റവും ബഹുമാനായ ജയകൃഷ്ണനോടുള്ള നന്ദിയെ ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെയൊക്കെ ദുഃഖങ്ങൾക്കിടയിൽ സന്തോഷിക്കാനായി പല അവസരങ്ങൾ ദയാ പാലിയേറ്റീവ് നമുക്ക് ഒരുക്കി തരുന്നുണ്ട്. ഓണത്തിന് ഇവിടെ നടന്ന സംഗമത്തിൽ ഞാൻ പങ്കാളിയായിരുന്നു. എനിക്ക് സാധിക്കുമ്പോഴൊക്കെ ദയയുടെ പ്രവർത്തനങ്ങളിൽ ഞാൻ എല്ലാ കാര്യങ്ങളിലും ഭാഗമാക്കാൻ ശ്രമിക്കുന്ന ആളുമാണ്. ദൈവത്തിന് തുല്യമായിട്ടുള്ള ഒരു വ്യക്തിയെന്ന് ഞാൻ പറയുന്നു. ഇത്രയും ആളുകൾക്ക് പ്രവർത്തിക്കാനുള്ള, സഹായം ചെയ്യാനുള്ള ഒരു ദൈവകരങ്ങൾ ആണ് ഇവിടെ പ്രവർത്തിക്കുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഈ ഒരു പ്രസ്ഥാനം അതിശക്തിയോടുകൂടി ഇനിയും വീണ്ടും വളർന്ന് പന്തലിക്കട്ടെ എന്ന്
പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥനയെ നോക്കും. പിന്നെ അടുത്ത 2025 പറയാനാണെങ്കിൽ നമ്മൾ കൂടുതൽ ഈ പ്രസ്ഥാനം വളർന്ന് പങ്കെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ആശംസിക്കുന്നു. ദേശം സാറ് ഏതൊരു ആവശ്യത്തിന് വിളിച്ചാലും ഓടിയെത്തുക എന്നുള്ളത് എൻ്റെ പ്രയാസങ്ങൾക്കപ്പുറം ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനിവിടെ ഈ സമയത്ത് ഓടിയെത്തിയത്. നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ കഴിയുന്നത് തന്നെ ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ്. കാരണം ഞാനൊരു ഭിന്നശേഷിക്കാരനായിട്ടാണ് ഈ ഭൂമിയിൽ പിറന്നത്. പക്ഷേ ജീവിക്കുന്നത് ഒരു ഭിന്നശേഷിക്കാരനായിട്ടല്ല എന്നുള്ളതാണ്. എൻ്റെ വൈകല്യങ്ങളെല്ലാം മറന്നിട്ട് എനിക്ക് ഈ ഭൂമിയിൽ എന്ത് അടയാളപ്പെടുത്തലുകൾ കൊടുക്കാൻ കഴിയും എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടാണ് ചെറുപ്രായം മുതൽ ജീവിതത്തിൽ മുന്നോട്ട് പോയത്. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് കിടക്കാം. ക്രിസ്മസ് ആഘോഷത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് പുൽക്കൂട് നിർമ്മാണവും നമ്മുടെ വീടുകളിലെല്ലാം നാം ദിവ്യ നക്ഷത്രം പ്രദർശിപ്പിക്കുകയും ചെയ്യുക. ആ പുൽക്കൂടും ദിവ്യ നക്ഷത്രവും എല്ലാം നമ്മളുടെ എല്ലാം ഹൃദയങ്ങളിലാകട്ടെ, നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലാകട്ടെ. അതിലൂടെ നമ്മളെപ്പോലെ തന്നെ കഷ്ടത അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് സ്നേഹവും സഹായവും കരുണയും പകർന്നു നൽകുവാൻ ആ ദിവ്യ നക്ഷത്രം വഴികാട്ടിയതുപോലെ മറ്റുള്ളവരെ നന്മയിലേക്ക് വഴികാട്ടുവാൻ നാം ഓരോരുത്തരെയും ഭഗവാൻ പ്രാപ്തരാക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ ധന്യമുഹൂർത്തത്തിന്റെ അധ്യക്ഷ പദം അലങ്കരിച്ചത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ജയകൃഷ്ണൻ ചേട്ടനാണ്. ചേട്ടനെ കുറിച്ച് എല്ലാവരും ഇവിടെ പറയുകയുണ്ടായി. എങ്കിലും 2 വാക്ക് പറയാതെ ഈ വേദിയെ നമുക്ക് തിരിച്ചുവിടാനായിട്ട് സാധിക്കുകയില്ല. നമുക്കെല്ലാവർക്കും ഇങ്ങനെ ഒരു ക്രിസ്മസ് ആഘോഷ വേളയിൽ ഇവിടെ സംഗമിക്കുവാൻ കാരണമായത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെയും ആത്മാർത്ഥമായ കഷ്ടപ്പാടിന്റെ പരിണിതഫലമാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം സന്നദ്ധ പ്രവർത്തനമായ കുറച്ച് കൂട്ടായ്മകളുടെ പ്രവർത്തനത്തിന്റെ ഫലമാണ്. എന്നിരുന്നാൽ പോലും ഓരോ ആഘോഷങ്ങളും സാമ്പത്തികമായി പിന്നോട്ട് പോകുമ്പോൾ വേണ്ടാന്ന് വെക്കുമ്പോൾ പറ്റില്ല. എന്നിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള എൻ്റെ കുടുംബാംഗങ്ങൾക്ക് എല്ലാ സഹായങ്ങളും എത്ര കഷ്ടപ്പെട്ടിട്ടായാലും എത്തിക്കണം എന്നുള്ള ഒരു അർപ്പണ മനോഭാവത്തിന്റെ ബാക്കിപാത്രമാണ് നമ്മൾ ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്.